സ്വാഗതം സയനയുടെ അരക്കാട്ടിലേക്ക്. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമായിരിക്കും ഏഞ്ചൽസിന് നമുക്ക് തരാനുണ്ടാവുക, പ്രത്യേകിച്ച് താങ്കൾക്ക്? ആ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ 3 കാർഡുകൾ എടുത്തുകൊണ്ട് ഏഞ്ചൽസിനുള്ള എന്ത് സന്ദേശമായിരിക്കും ഇന്ന് പറയാനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാർഡുകൾ എടുത്ത് നോക്കാം. വണ്ടർഫുൾ. 3 കാർഡുകൾ എടുത്തിട്ടുണ്ട്. സന്ദേശം ഇതാണ്. ഏഞ്ചൽസ് താങ്കളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കാർഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നടക്കുമോ എന്നൊരു ഇതാണ് ചോദിക്കുന്നതെങ്കിൽ അടുത്ത ഭാവിയിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാൻ പറ്റും, ഒരു മാലാക നമ്മൾ എടുത്തുകൊണ്ട് പറക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സന്ദേശത്തിൻ്റെ അർത്ഥം നമ്മളൊരു പ്രാർത്ഥന എന്ന് നടക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് എന്തായിരിക്കുമെന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അവസരമാണ്, പുതിയ അവസരമാണ് താങ്കളെ തേടി വരുന്നത്. അവസരം എന്ന് പറയുമ്പോൾ ധനം ആകാം, അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ജോലി ആകാം. തീർച്ചയായിട്ടും പുതിയൊരു അവസരമാണ് അടുത്ത് തന്നെ വരാൻ പോകുന്നതാണ് പറയുന്നത്, ഇൻ നിയർ ഫ്യൂച്ചർ. അടുത്ത സന്ദേശം കൂടി കിട്ടിയാലേ അത് പൂർണ്ണമാവുള്ളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ദൈവമോ ഇഷ്ടപ്പെട്ട മാലാഖയോ ഇഷ്ടപ്പെട്ട ഒരു ശക്തിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശക്തിയോടാണ് ചോദിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ 3 സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഉടൻ ഭാവിയിൽ താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു അവസരം തുറന്നു തരും. അതിനായി താങ്കളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക. ഐ വിഷ് യു ഗുഡ് നൈറ്റ് ഡിയർ. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.